അയോധ്യ രാമക്ഷേത്രത്തിൽ വലിയ ചോർച്ചയുണ്ടായിരിക്കുന്നുവെന്നതാണ്. ആ ചോർച്ച ഉണ്ടായി എന്ന കാര്യം മാധ്യമങ്ങളെയും ലോകത്തെയും അറിയിച്ചത് അവിടുത്തെ മുഖ്യ പുരോഹിതൻ തന്നെയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുൻപ്, മാസങ്ങൾക്ക് മുൻപാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൊട്ടിഘോഷിച്ചുകൊണ്ട് രാമക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് BJP അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയത്. പക്ഷേ അതിൻ്റെ പുറകിൽ, ആ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പുറകിൽ വലിയ ക്രമക്കേടുകളൊക്കെ നടന്നിട്ടുണ്ടോ എന്ന സംശയമുളവാക്കുന്ന കാര്യമാണ് ഈ ചോർച്ചയിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു വലിയ കൂട്ടം മനുഷ്യരുടെ വിശ്വാസത്തെ പറ്റിക്കുകയായിരുന്നോ എന്ന വലിയ ചോദ്യം നമ്മുടെ മുൻപിലേക്ക് വരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ ചോർച്ച. ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനാണ് ഇക്കാര്യം അറിയിച്ചത്. രാംലല്ല വിഗ്രഹം സ്ഥാപിച്ച ശ്രീകോവിലിൻ്റെ മേൽക്കൂരയാണ് ചോരുന്നത്. ആദ്യ മഴയിൽ തന്നെ ചോരാൻ തുടങ്ങിയെന്ന് മുഖ്യ പുരോഹിതൻ പറയുന്നു. बहुत आश्चर्य की बात है कि ऐसे ऐसे इंजीनियर हमारे देश, पूरे देश के आकर के यहाँ बैठे हैं, राम मंदिर बना रहे हैं और 22 जनवरी को प्राण प्रतिष्ठा हो गई, लेकिन ये किसी को ज्ञान नहीं रहा कि पानी बरसेगा तो वह छत जो है वो चूएगा, ऐसा किसी को ज्ञान नहीं है। पहले भी बरस रहा, थोड़ा बहुत बरसा तो थोड़े बहुत इतना नहीं हुआ। जब अब की वर्षा हुई, जितना पानी गिरा अंदर में, वो बहुत ही आश्चर्यजनक रहा। സിബി വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സിബി, വളരെ ഗൗരവതരമായ ഒരു വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അതിനു മുൻപ് ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. ഏറെ ഗൗരവതരമായൊരു സാഹചര്യം. അയോധ്യ രാമക്ഷേത്രത്തിന് ചോർച്ചയുണ്ടായിരിക്കുന്നു. അതായത് ആയിരക്കണക്കിന് കോടി രൂപ ചെലവിട്ട് ഒരു രാജ്യത്തെ വലിയ സംഘം മനുഷ്യരുടെ വിശ്വാസത്തിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ വിശ്വാസത്തെ മുൻനിർത്തി അതിൽ രാഷ്ട്രീയം കണ്ടുകൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ക്ഷേത്രമാണ്. അത് ആദ്യ മഴയിൽ തന്നെ ചോരുന്നുവെന്നാണ് പുറത്തേക്ക് വരുന്നത്. എന്താണ് സിബി സംഭവിച്ചത്? മനു, ഈ അയോധ്യ രാമക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ ആചാര്യ സത്യേന്ദ്രദാസിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറയുന്നത് ഈ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ മേൽക്കൂരകൾ ചോരുകയാണ്. പ്രത്യേകിച്ച് രാംലല്ല വിഗ്രഹം ഇരിക്കുന്ന ശ്രീകോവിലിൻ്റെ മേൽക്കൂരയാണ് ചോരുന്നത്. ഇത് ആദ്യ മഴയിൽ തന്നെ ചോർച്ച ഉണ്ടാകുന്നു. മാത്രമല്ല, ഈ ഡ്രൈനേജിങ് സംവിധാനം എല്ലാം തന്നെ തകരാറിലാണ്. വെള്ളം പുറത്തേക്ക് പോകാനുള്ള സംവിധാനമില്ല. ഇങ്ങനെയാണെങ്കിൽ ഇനി വലിയ രീതിയിൽ മഴ പെയ്യുകയാണെങ്കിൽ ഈ ആരാധന പോലും തടസ്സപ്പെടുന്ന രീതിയിലേക്ക് അയോധ്യ രാമക്ഷേത്രത്തിലെ ഈ കാര്യങ്ങൾ പോകുമെന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഇതിൻ്റെ വലിയ വലിയ പ്രശസ്തി കേട്ട എഞ്ചിനീയർമാരാണ് ഈ ഒരു അയോധ്യ രാമക്ഷേത്രം നിർമ്മാണം ചെയ്യുന്നതും നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും 2025 ജൂലൈ മാസത്തോടെ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ഒരു കഴിവെന്നായിരുന്നു BJP പ്രഖ്യാപിച്ചിരുന്നത്. അത് ഇനി പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് തനിക്ക് അറിയില്ല എന്നും ഇത്തരത്തിൽ ഈ ഒരു ചോർച്ച അടക്കമല്ല സിബി, ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന്, മുഴുവൻ പണി തീരുന്നതിന് മുൻപെയാണ് ഇതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തി ഉദ്ഘാടനം ചെയ്തത്. അത് അന്ന് തന്നെ ശങ്കരാചാര്യരൊക്കെ വലിയ വിമർശനമായി ഉന്നയിച്ചിരുന്നു. അത് തെറ്റായ നടപടിയാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് വളരെ വേഗത്തിൽ ചോർച്ച വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ കെട്ടിട നിർമ്മാണത്തിൽ, ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പുറകിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ കൃത്യമായ രീതിയിലല്ല അതിൻ്റെ നിർമ്മാണം നടത്തിയതെന്നല്ലേ? മനു, തീർച്ചയായും ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്ക് തന്നെയാണ്. കാരണം ഈ അയോധ്യ രാമക്ഷേത്രം നിർമ്മാണം നമുക്കറിയാം, അത് BJPയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. RSSൻ്റെ ഒരു കൃത്യമായൊരു രാഷ്ട്രീയ അജണ്ടയായിരുന്നു. ബാബറി മസ്ജിദ് പൊളിച്ച് അതേ സ്ഥലത്ത് അയോധ്യ രാമക്ഷേത്രം നിർമ്മിക്കുന്നു. അത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണി പൂർത്തിയാക്കും മുമ്പ് തന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നു. ജനുവരി 22-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. സ്വാഭാവികമായും ഈ അയോധ്യ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠ നടത്തി 6 മാസം തികയും മുമ്പ് അതിൽ ചോർച്ചയുണ്ട് എന്ന് പറയുമ്പോൾ വലിയ ക്രമക്കേടും വലിയ അഴിമതിയും നിർമ്മാണ അഴിമതിയും നടന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ രീതിയിലുള്ളൊരു അന്വേഷണത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകേണ്ടിയിരിക്കുന്നു. ഇതിനെ വലിയ ഗൗരവമായി തന്നെ കാണേണ്ട ഒരു സംഗതി തന്നെയാണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളിലും വലിയ അഴിമതിയും വീഴ്ചകളും കാണുന്നു. അതിൻ്റെ ഒരു മറ്റൊരു പതിപ്പ് തന്നെയാണ് ഈ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലെ പിഴവ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേകമായ ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ടാണ്
ഈ അയോധ്യ രാമക്ഷേത്രം നിർമ്മിക്കുന്നത്. കോടികൾ മുടക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോഴും നിർമ്മാണം തുടരുന്നു. നിർമ്മാണം പൂർത്തിയാക്കും മുമ്പായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നരേന്ദ്രമോദി ഇത് പ്രാണപ്രതിഷ്ഠ നടത്തിയത്. അന്ന് തന്നെ ശങ്കരാചാര്യന്മാർ അടക്കമല്ല നിലയും ഇത് നിർമ്മാണം പൂർത്തിയാക്കാതെ ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വിഗ്രഹ പ്രതിഷ്ഠ നടത്താറില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശങ്കരാചാര്യന്മാരടക്കം ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. സാധാരണ ഈ വിശ്വാസികൾക്കിടയിൽ ഇത്തരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ ഒരു ക്ഷേത്രം ഇത്തരത്തിൽ വിഗ്രഹ പ്രതിഷ്ഠ വളരെ ചുരുക്കത്തിൽ പറയാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ശ്രീരാമനെ വരെ പറ്റിച്ചു, ശ്രീരാമന്റെ പേരിൽ നാട്ടുകാരെയും പറ്റിച്ചു. അതാണ് സംഭവിച്ചത്. തീർച്ചയായും മനു, എന്തായാലും ശ്രീരാമൻ അവരെ പറ്റിച്ചു, നാട്ടുകാരെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടി നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും അതിന് ചുട്ട മറുപടി നൽകിയിട്ടുണ്ട് നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ പോലും അയോധ്യ രാമക്ഷേത്രം നിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും ബി ജെ പി തോൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി അവിടെ ഉണ്ടായി. 66 സീറ്റിൽ നിന്നും വെറും 32 സീറ്റിലേക്ക് ബി ജെ പി ചുരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അയോധ്യ രാമക്ഷേത്രം കൊണ്ടൊന്നും ഒരു രാഷ്ട്രീയമായ നേട്ടം ബി ജെ പിക്ക് ഉണ്ടായില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. പക്ഷേ എങ്കിൽ പോലും ഇതിലെ വലിയ അഴിമതി പുറത്തു വരേണ്ടതുണ്ട്. ഇതിൽ ഈ ഒരു ആദ്യ നില പണി പൂർത്തിയാക്കിയപ്പോൾ തന്നെ പിന്നീട് ട്രസ്റ്റ് വ്യക്തമാക്കിയത് 3000 കോടി രൂപ ഇനിയും ട്രസ്റ്റിക്ക് ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അതായത് അത്രത്തോളം ഈ വിവിധ സ്ഥലത്തുകളിൽ നമുക്കറിയാം FCR അടക്കമെല്ലാം തന്നെയും അതിൻ്റെ വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കാനുള്ള എല്ലാ ലൈസൻസ് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു ഈ ട്രസ്റ്റിന്. അങ്ങനെ യഥേഷ്ടം പണം സ്വീകരിക്കുകയും കോടികൾ സമാഹരിക്കുകയും ഈ ആദ്യ നില പൂർത്തിയാക്കിയ ശേഷവും ഇനിയും 3000 കോടി രൂപ നീക്കിവയ്പ്പുണ്ട് എന്ന് ട്രസ്റ്റ് തന്നെ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഫണ്ട് സ്വരൂപിച്ചിട്ടാണ് ഈ രാമക്ഷേത്രം നിർമ്മാണം ആരംഭിച്ചത്. അതുകൂടെ എന്നിട്ട് പോലും ഈ ഒരു അയോധ്യ രാമക്ഷേത്രം ചോരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നിർമ്മാണത്തിലെ പാകപ്പിഴവും ധൃതി പിടിച്ച് എത്രയും പെട്ടെന്ന് ഈ ഒരു ആദ്യ നിലയെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കി ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള ധൃതിയും അതോടൊപ്പം തന്നെ വലിയ അഴിമതിയും തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോൾ എന്തായാലും വരും മണിക്കൂറിൽ അന്വേഷണം, ചോദ്യപേപ്പർ ചോരുന്നു, മറ്റേ നമ്മുടെ മുംബൈയിൽ അടൽ സേതു ചോരുന്നു, അവിടെ വലിയ വിള്ളലുണ്ടാകുന്നു, ബീഹാറിൽ പാലങ്ങൾ തകർന്നു വീഴുന്നു. മൊത്തത്തിൽ ചോർച്ചയാണല്ലോ ഈ NDA സർക്കാരിന്റെ കീഴിൽ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മനു, അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നൊരു മറ്റൊരു കണക്ക് കൂടിയുണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കേന്ദ്ര പദ്ധതികളിൽ, അതായത് 1817 കേന്ദ്ര പദ്ധതികളിൽ 831 പദ്ധതികളും വൈകിയാണ് ഇത്തരത്തിൽ പോകുന്നത്. മാത്രമല്ല അതിൽ 458 പദ്ധതികൾ 5.71 ലക്ഷം കോടി അധിക ചെലവിട്ട് നടക്കുന്നു എന്നുള്ള വലിയ ദൂർത്താണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ നടക്കുന്നത്. അതായത് വൻ വികസന കുതിപ്പ് ഉണ്ടാകുന്നു എന്ന് നരേന്ദ്രമോദി അവകാശപ്പെടുമ്പോഴും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ പകുതിയിലധികവും പദ്ധതികൾ ഏറെ വൈകിയാണ് വരുന്നതെന്നും അതിൽ വലിയ അഴിമതി ഉണ്ടെന്നും അധിക ചെലവാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതോടൊപ്പം തന്നെ ഈ കണക്കുകൾ കൂടി ഞാൻ ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൃത്യമായ എത്ര മറച്ചു വെച്ചാലും ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ഈ ഒരിക്കലും ഒരു രാമക്ഷേത്രത്തിലെ ചോർച്ചയോ അല്ലെങ്കിൽ ഇതിൽ അടൽ സേതുവിൻ്റെ ഈ വിള്ളലൊന്നും തന്നെയും നരേന്ദ്രമോദി സർക്കാരിന് മറച്ചു വയ്ക്കാൻ കഴിയില്ല. അത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രം കൂടി ചോരുമ്പോൾ സ്വാഭാവികമായും വളരെ വലിയ നാണക്കേടായി BJPക്കും നരേന്ദ്രമോദി സർക്കാരിനും മാറുകയാണ്. എന്തായാലും പേപ്പർ ചോർച്ചയും ഇത്തരത്തിൽ അതുപോലെ തന്നെ വലിയ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ നമ്മൾ കാണുന്നു.